മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നൊരു ചോദ്യമായിരുന്നു അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം. അതിന് അദ്ദേഹം ഏത് രീതിയിലാണ് വളരെ കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകി. കാരണം രണ്ട് ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം ബാലിശമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ സംസാര വിഷയമാക്കി എടുക്കേണ്ടത് എന്നാണ് മോദി നൽകിയ മറുപടി എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മോദി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നതിന് പിന്നാലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അദാനിക്കെതിരെ അമേരിക്ക കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അമേരിക്കൻ കോടതി അദാനിക്ക് അറസ്റ്റ് വാറന്റ് നൽകിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അദാനിയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് ഇവിടുത്തെ ആളുകൾ കിടന്ന് കൂകി വിളിക്കുന്നത്. അദാനിക്ക് വേണ്ടിയാണ് മോദി ലോകരാജ്യങ്ങൾ ചുറ്റുന്നത്, അദാനിക്ക് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. US മോദി എത്തിയപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ മോദിയോട് ചോദിച്ചത് അദാനിയുടെ വിഷയങ്ങൾ സംസാരിക്കാനാണോ US എത്തിയത്. അപ്പോൾ മോദി പറഞ്ഞത് ഒരു വ്യക്തിയുടെ കാര്യം സംസാരിക്കാനല്ല ഞാൻ അമേരിക്കയിലെത്തിയത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സംസ്കാരം വസുദൈവ കുടുംബകമാണ്. ലോകത്തെ മുഴുവൻ കുടുംബമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അദാനി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ലോകത്ത് എവിടെയാണെങ്കിലും ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും കോടികൾ ചിലവാക്കി, ഇത്രയും പണം ചിലവാക്കി അമേരിക്കയിലേക്ക് വരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അത്ര മൂളയില്ലാത്ത ഒരാളൊന്നുമല്ല. തലയ്ക്കകത്ത് നല്ല മൂളയുള്ള ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് പലരും അദാനിയുടെ മന്ത്രി അല്ലെങ്കിൽ അദാനിയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അദാനിയുടെ കേസ്, US കേസിൽ നിയമവശങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന ഉറപ്പ് നൽകിയിട്ടാണ് ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി വന്നത്. കൈക്കൂലി കേസിലാണ് അദാനിക്കും അദാനിയുടെ മരുമകൻ സാഗർ അദാനിക്കുമെതിരെ ഇപ്പോൾ US കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, ഇന്ത്യൻ സഹായം US സെക്യൂരിറ്റി, അതായത് ഇന്ത്യയുടെ ഒരു സഹായവും അദാനിക്ക് നൽകില്ല എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US സെക്യൂരിറ്റി അതിൻ്റെ എഫക്റ്റേജ് കമ്മീഷൻ $265 മില്യൺ കൈക്കൂലിയായി നൽകിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല നിക്ഷേപ തട്ടിപ്പ് കൂടി അദാനിയുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് US അയച്ച നോട്ടീസ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിനാണ് കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നത്. അതായത് അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് തയ്യാറാക്കിക്കൊണ്ട് US കോടതി കേന്ദ്ര നിയമ മന്ത്രാലയത്തിനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് വാറന്റ് അയച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി എന്ന് പറയുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സോളാർ, അതിൻ്റെ കാര്യങ്ങൾ വിവിധ രാഷ്ട്രങ്ങൾക്കും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകി നിക്ഷേപ തട്ടിപ്പ് നടത്തി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് US അദാനിക്ക് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് വാറന്റ് വന്നിരിക്കും. പക്ഷേ ഇതിൽ മറ്റൊരു, അതായത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അദാനിയെ സഹായിക്കാനായി മോദി ഫോറിൻ കറക്റ്റ് പ്രോസസ് ആക്ട് എന്ന നിയമം, ആ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു എന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതായത് അവിടെ നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അവിടെ വിദേശ രാജ്യങ്ങളിൽ നിയമക്കുരുക്കിൽ പെട്ടാൽ അവരെ ഇങ്ങോട്ടേക്ക് അയച്ച് ഇന്ത്യയിൽ വിചാരണ നേരിടാം. അത്തരം ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അദാനിക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അതെന്തായാലും നമുക്കറിയില്ല എങ്ങനെയാണ് അക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും ഒരു വ്യക്തിക്ക് വേണ്ടി കോടികൾ ചിലവാക്കി ഇന്ത്യ ഒരു ആളെ രക്ഷിച്ചെടുക്കാൻ തീരുമാനിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ അറിയില്ല ഇവർ തമ്മിലുള്ള ശക്തമായ ബന്ധങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ ഇപ്പം മോദിയുടെ സന്ദർശനത്തിന് ശേഷം അമേരിക്ക അദാനിക്ക് നേരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത്. അതെ, കാരണം കൃത്യമായിട്ട് ഒരു പക്ഷേ മോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നതിന് പിന്നാലെ
പിന്നാലെ അദ്ദേഹം അതിനെ പ്രതികരിച്ച രീതിയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്താകമാനം പലയിടങ്ങളിലായിട്ട് ഇന്ത്യയുടെ വിവിധ ദിക്കുകളിലൊക്കെ സുഡാപ്പികളടക്കം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവെച്ചിട്ടുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ അഴിമതിക്കാരെ പിടികൂടാനായിട്ട് മോഡി ഭരണകൂടത്തിന് വളരെ വലിയ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഈ വിജയ് മല്യക്കെതിരെ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എത്രമാത്രം സ്വത്തുകൾ കണ്ടെത്തി, ഇന്ത്യയിൽ നിന്ന് ലോണ് തട്ടിപ്പുമായിട്ട് ലോണ് എടുത്തുകൊണ്ട് മറികടന്ന ആളാണല്ലോ ഈ വിജയ് മല്യ, അതുപോലെ തന്നെ നീരവ് മോദി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ വളരെ ഫലപ്രദമായ രീതിയിലുള്ള നടപടികളാണ് ഇതിനോടകം സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ നിയമ നടപടികളൊക്കെ വിജയ് മല്യയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മോദി ഒരു ഇത്തരം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ വേണ്ടി സാധിക്കില്ല. കാരണം വ്യക്തിപരമായിട്ട് ഒട്ടും അഴിമതിയില്ലാത്ത ഒരു നേതാവാണ് മോദി എന്നൊരു ക്രെഡിബിലിറ്റിയാണ് അദ്ദേഹത്തെ ഇത്രയും വലിയൊരു ഒരു ജനസ്വീകാര്യനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ ഫലപ്രദമായിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ട്രംപുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റു ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ത്യയിലെ മോദിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കണമെന്ന ആവശ്യം ഒരുപക്ഷെ ഉന്നയിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇതിനെ സ്വാഗതാർഹമാണ്. അദാനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദാനി ആരെയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അദാനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദാനിക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. അതെ, ഇത് കൈക്കൂലി, വഞ്ചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് ന്യൂയോർക്ക് കോടതിയിൽ ഗൗതം അദാനിക്കെതിരായ അറസ്റ്റ് വാറന്റ് മുദ്ര വച്ചിരുന്നതായി റിപ്പോർട്ട് വരുന്നത്. 2024 ഒക്ടോബർ 31 ജഡ്ജ് റോബർട്ട് എം ലെവി അൺസീൽ ചെയ്യാൻ ഉത്തരവിട്ടതായി പരാമർശിക്കുന്ന അറസ്റ്റ് വാറന്റിനെ കുറിച്ച് ഇന്ത്യ ടുഡേയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. വിദേശ നിയമ നിർവഹണ ഏജൻസികൾക്ക് രേഖകൾ നൽകുന്നതിനായി കുറ്റപത്രവും അറസ്റ്റ് വാറന്റും മുദ്ര വച്ചിരുന്നില്ല. ന്യൂയോർക്കിലെ US അറ്റോർണിയുടെ അപേക്ഷയെ തുടർന്നാണ് വാറന്റ് മുദ്ര വച്ചത്. അമേരിക്കൻ നിയമം അനുസരിച്ച് പ്രതികൾ സ്വമേധയാ കോടതിയിൽ ഹാജരാകുമെന്ന ഉറപ്പായ പ്രതീക്ഷയില്ലെങ്കിൽ കോടതികൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും. സംസ്ഥാന വൈദ്യുതി വിതരണ കമ്പനികളുമായി സൗരോർജ്ജ വൈദ്യുതി കരാറുകൾ നേടിയെടുക്കാൻ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അദാനി കൈക്കൂലി നൽകിയതായി US നീതിന്യായ വകുപ്പ് ആരോപിച്ചിരുന്നു. സൗരോർജ്ജ പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് കോടികൾ സമാഹരിച്ച US ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും ഈ വസ്തുത മറച്ചുവെച്ചതായി US പ്രോസിക്യൂട്ടർമാർ അവകാശപ്പെടുന്നു. 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭം നേടാനാകുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. 2020-നും 2024-നും ഇടയിലാണ് കൈക്കൂലി നൽകിയതെന്ന് ആരോപിക്കപ്പെടുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് തള്ളുകയും വിഷയം നിയമപരമായി നേരിടുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അദാനിക്കൊപ്പം ഇന്ത്യ നിൽക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അറസ്റ്റ് വാറന്റ് എന്ന് പറയുന്നത്. ഇനി US-ലെ ജയിലുകളിൽ അഴി എണ്ണാനാണ് അദാനിക്ക് യോഗമെങ്കിൽ അദാനി എണ്ണട്ടെ. എന്തായാലും അദാനി കുറ്റക്കാരനാണെങ്കിൽ അഴി എണ്ണേണ്ടി വരും. അതിനൊരു മോദി സർക്കാർ ഒരു സഹായം ചെയ്യുന്നില്ല, ഉറപ്പാണ്.